ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആള് ഏട്ടന്റെ ഫ്രണ്ട്, അമ്മന്റെ അമ്മാവന്റെ മകനാണ്. പക്ഷെ വൈഫിന് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റിലും കഴകളിലും ക്യാൻസർ വന്നിട്ട് നമ്മള് 95 കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ഭേദമായ സമയത്ത് എനിക്ക് തോന്നുന്നു 9 കീമോ എങ്ങാനും കഴിഞ്ഞിട്ട് ആ ഒരു ലെവൽ എന്താ പറയാ, ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു ആള്. പക്ഷെ നമ്മളെ 95 ഒരു അസുഖം മാറും എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തത്, കൗണ്ട് കൂടും ക്ഷീണം കുറയും എന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു സിപ്പപ്പ് 15 ദിവസം കൊണ്ട് 30 എണ്ണം കഴിച്ച സമയത്ത് ആള് മെല്ലെ വടി കുത്തി അകത്തൂടി നടക്കാൻ തുടങ്ങിയ സമയത്ത് ശിവേട്ടൻ വിളിച്ച് വീണ്ടും പ്രതിഭ ഒന്നും കൂടി കൊണ്ടുവരി, കാരണം അവൾക്ക് കുറച്ചൊരു മാറ്റം ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ബോട്ടിലും കൊണ്ടു കൊടുത്ത് 60 സിപ്പപ്പ് ഒരു മാസം കൊണ്ട് കഴിച്ച സമയത്ത് അവര് അത്യാവശ്യം മെല്ലെ എണീറ്റ് നടക്കാൻ തുടങ്ങി. പക്ഷെ RCC പോയ സമയത്ത് കീമോ ചെയ്യാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോ 6 മാസം തുടർച്ചയായിട്ട് നമ്മളെ ഈ ഒരു 95 കഴിച്ച് ഇന്നിപ്പം ചന്തി ഇറങ്ങി മുടി വന്ന് ആ ഒരു ആളെ കണ്ടാൽ അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിലുപരി ദൈവം ആയുസ്സും ആരോഗ്യം ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ 95 കൊണ്ട് ക്യാൻസർ മാറും എന്നുള്ളത് 101% ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതേപോലെ തന്നെ ഒരു ബ്ലഡ് ക്യാൻസറിനും ഫീലിംഗ് ലിക്വിഡും രക്തം ഇങ്ങനെ മാറ്റുന്ന ആളായിരുന്നു. ഒരു മാസത്തിൽ 2-3 തവണ രക്തം മാറ്റുന്നുണ്ടായിരുന്നു. RCC എത്ര 30 ലക്ഷം ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ 95ഉം ഫീലിംഗ് ലിക്വിഡും കൊടുത്ത് ബ്ലഡിന്റെ ക്വാളിറ്റി വർദ്ധിക്കാനുള്ള പ്രൊഡക്റ്റാണ് നമുക്കറിയാം ഫീലിംഗ് ലിക്വിഡ്. അത് കൊടുത്ത സമയത്ത് ഇന്നിപ്പോ ആള് 32 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ ആ 2 പ്രൊഡക്റ്റും കൊടുത്തിട്ട് ഇന്നിപ്പം ഒരു കമ്പനിയിൽ പണിക്ക് പോവാ. അവർ നമ്മളെ കൂടെ ഉണ്ട്, TC ആവാനായിട്ടുണ്ട്. അപ്പം അവരെ വീട്ടിൽ ചെന്ന എപ്പോഴും പറയാറുണ്ട്, മക്കളോട് പറയും, സനിത്ത് എന്നാണ് ആളെ പേര്, മോനെ നിന്റെ അച്ഛനെ രക്ഷിച്ച ആളാട്ടോ ഇത് എന്ന് പറയും. പക്ഷെ പുതിയേട്ടൻ പറയും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ദൈവം ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ ഞാൻ. പക്ഷെ അത് ദൈവം ആയുസ് ഇട്ടുകൊണ്ടല്ലേ അവർക്ക് അത് കിട്ടിയ ജീവൻ.